നിർത്തടാ. എന്താ വന്നനെ? എന്താ അതൊക്കെ? നീ എന്താ ഈ രാത്രി ഇവിടെ? ആരാവൻ? വന്ദനെ, ചോദിച്ചത് കേട്ടില്ലേ? ആരാ നിന്നെ വണ്ടി ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചതെന്ന്? എനിക്കറിയില്ല. അല്ല, നീ എന്താ ഇവിടെ? വന്ദനെ, ചോദിച്ചത് കേട്ടില്ലേ? ഈ രാത്രി നീ എന്താ ഇവിടെയെന്ന്? വന്ദനെ, എന്താ എന്താ സംഭവിച്ചേ? അറിയണോ? കാര്യം മനസ്സിലായല്ലോ അല്ലേ? ഇനി എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. നീ വന്നേ. ഇല്ല, സഹിക്കാവുന്നതിലപ്പുറം ഞാൻ സഹിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ അങ്ങോട്ടില്ല. പിന്നെ എങ്ങോട്ടെങ്കിലും പോവാം. ഒരു അത്താണിയില്ലാത്തവർക്ക് പോവാൻ എത്രയോ സ്ഥലങ്ങളുണ്ട്. അങ്ങോട്ട് എവിടേക്കെങ്കിലും ഞാൻ പൊക്കോളാം. വണ്ടി കയറ്. ജഗ, ആട്ടി ഇറക്കിയ സ്ഥലത്തേക്ക് മടങ്ങി ചെല്ലാനോ? അത്രയ്ക്ക് അഭിമാനമില്ലാത്തവളാണോ ഞാൻ? വന്ദനെ, നടു റോഡിൽ വെച്ചൊരു വാദപ്രതിവാദത്തിനൊന്നും ഞാനില്ല. ഞാൻ കെട്ടിയ താലിയാണ് നിന്റെ കഴുത്തി കിടക്കുന്നത്. നിന്നെ ആ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് ഞാനാണെങ്കിൽ നിന്നെ ഇറക്കി വിടുന്നത് ഞാനായിരിക്കും. വന്ന് വണ്ടി കയറ്. ഇല്ല. വന്ദനെ, നീ അറിയാതെ നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ഒരു ജഗനെ മാത്രം നിനക്കറിയൂ. നിന്റെ സ്നേഹം പിടിച്ചു വാങ്ങാൻ സ്വയം മറന്ന് കോമാളി വേഷം കെട്ടി അടന്ന ജഗനെ നീ കണ്ടിട്ടുള്ളൂ. എനിക്കുണ്ട് അന്തസ്. ലക്ഷങ്ങൾ അണികളുള്ള ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവാണ് ഞാൻ. എന്റെ ഭാര്യയെ തെരുവ് പെട്ടികൾ കടിച്ചു കീറി നടുറോഡിലിട്ടാൽ അത് ബാധിക്കുന്നത് എന്റെ ഭാവിയെയാണ്. തലകുനിച്ചു തരുമ്പോ മൂർധാവിൽ തുപ്പുന്ന സ്വഭാവം കാണിക്കരുത്. അതിന് കെട്ടിയോളാണെങ്കിലും ശരി, ജനിപ്പിച്ച തന്തയാണെങ്കിലും ശരി. വന്ദനെ, വന്ന് വണ്ടി കയറാൻ.